ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് കേട്ടോ, സിനിമയും പൂരും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾക്ക് തന്നെയാണ് ഇന്നും പോണത്. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് പോക്കും പൂരത്തിന് പോക്കും ഒക്കെ തന്നെയാണ് കേട്ടോ. പിൻഷാന്റെ ഫ്രണ്ട് ജിതിൻ ചേട്ടന്റെ നാട്ടിലെ പൂരാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഉച്ചയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്, പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ പൂരം കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എമ്പുരാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതും കാണണം കേട്ടോ. പിന്നെ തേജുവിന്റെ കോപ്പറേറ്റിങ്ങളെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാല്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാം പേജായ ഷീപ്പ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാട്ടോ, ആവശ്യമുള്ളവരൊന്ന് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ജിതിൻ ചേട്ടൻ്റെ നാട്. നല്ല രസമാണ് കേട്ടോ, പട്ടാമ്പി പുഴയാണ് കേട്ടോ കാണണത്, സൈഡിൽ കൂടെ പോണത്. പൂരത്തിന്റെ ഏരിയ എത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് കൊട്ടും ആനയും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. കാളയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ബ്ലോക്ക്, ചെറിയ രീതിക്ക് ബ്ലോക്കൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ സെന്ററിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ നേരെ അമ്പലത്തിന്റെ അവിടേക്ക് നടക്കാട്ട് ചെയ്ത്. ഈ അമ്പലത്തിന്റെ നേരെ ബാക്കിലാണ് ചേട്ടന്റെ വീട് കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, ആള് വീട്ടിലേക്ക് വിളിച്ചതായിരുന്നു. അതിൽ ഭയങ്കര സങ്കടം കേട്ടോ, കാരണം എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് നമ്മൾ പൂരത്തിന് പോയി ജിതിൻ ചേട്ടന്റെ വീട്ടിലേക്ക് മാത്രമാണ് കേട്ടോ പോവാത്തത്. അതിൽ എനിക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ 9 മണിയാകുമ്പോഴായിരുന്നു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 6 മണിയൊക്കെ കൂടിയിട്ട് തോന്നുന്നു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ എത്തിയിട്ട് പിന്നെ ഈ തിരക്കിന്റെ ഇടയിൽ പെട്ടപ്പോഴേക്കും അത്യാവശ്യം നേരെ അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വീട്ടിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അവരും പൂരത്തിന്റെ തിരക്കിലാവുമല്ലോ. അപ്പോൾ നമ്മളിത് എവിടുന്ന് എപ്പോഴത്തേയും പോലെ എവിടെ പോയാലും പൂരത്തിന് പോയി നമുക്ക് ഈ വെള്ളം കുടിക്കലും എന്താ പറയുക കോളിഫ്ലവർ വർക്ക്, ആ ഒരു സംഭവമില്ലേ, അതൊക്കെ വാങ്ങി കഴിക്കൽ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഭയങ്കര രസമാട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ അതൊക്കെ വിൻഷാന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിതിൻ ചേട്ടൻ. ജിതിൻ ചേട്ടൻ പരാതി പറയുന്നുണ്ട്, നിങ്ങൾ ഉച്ചയ്ക്ക് വന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ പരാതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം ഇനി അവിടെ നിന്ന സിനിമയ്ക്ക് പോക്ക് നമ്മൾ ബുക്ക് ചെയ്തല്ലോ. അപ്പോൾ നേരം മെഴുകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ സ്മാക്കില്ലേ പട്ടാമ്പി അലക്സ് തിയേറ്ററിന്റെ ഓപ്പോസിറ്റുള്ള ബേക്കറി ഉണ്ടോ, നമ്മൾ ഇവിടെ നടന്നു 10Kയുടെയും 50Kയുടെയും കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ നൈസായിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് വിശപ്പില്ലെങ്കിൽ നമ്മൾ കഴിക്കട്ടോ ചെയ്തത്. ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇവിടെ പട്ടാമ്പി സ്മാക്കിൽ വരുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും സ്മാക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ നമ്മളിത് അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ മാംഗോ ലസ്സി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈടിയായിട്ട് ലസ്സിയോട്. അങ്ങനെ തേജപ്പന് ഓറഞ്ച് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അവൻ ഒരു ശകരം കുടിച്ചിട്ടു. പിന്നെ എൻ്റെ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ ലസ്സി ഫുൾ അവനായിട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവന് അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് അവൻ പറയും, എന്നിട്ട് ഞാൻ പറഞ്ഞതായിരിക്കും അവൻ കുടിക്കുക. അതാണ് പൊതുവേ പതിവ് കേട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ അലക്സിലേക്ക് കയറി. അലക്സിൽ കയറിയപ്പോൾ ഒടുക്കത്തെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിൻഷാന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് കയറിയിട്ട് എമ്പുരാൻ ഫിലിം ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ, എനിക്കിഷ്ടമായി. നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ട് കാണുകയാണെങ്കിലാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി ഉണ്ടായിരുന്നു. എനിക്കായാലും വിൻഷാട്ടിനായാലും ഇഷ്ടമായി ഉണ്ടായിരുന്നു. തേജ് പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കിടന്നു തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് തൊട്ടിട്ടാണ് കണ്ടു തുടങ്ങിയത്. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് നേരെ വീട്ടിലേക്ക് പോകട്ടെ ചെയ്ത്. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.